ചാപ്റ്റർ 4 വെബ് ടെക്നോളജി പാർട്ട് 4. ഈ ഒരു സെഷനിൽ സ്ക്രിപ്റ്റ്സ് എന്താണെന്നും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്താണെന്നും CSS എന്താണെന്നും നമുക്ക് നോക്കാം. സ്ക്രിപ്റ്റ്സ് ആർ പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് HTML പേജസ്. HTML പേജസിനുള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡ്സിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുക. സ്ക്രിപ്റ്റ്സ് എഴുതാനായി ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. സ്ക്രിപ്റ്റിന് എക്സാമ്പിൾസ് നോക്കാം. ജാവാസ്ക്രിപ്റ്റ്, VBScript, PHP, Perl ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ്സിന് എക്സാമ്പിൾസ്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ്സ് ഉപയോഗിച്ചാണ് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. HTMLനോടൊപ്പം സ്ക്രിപ്റ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. HTMLനുള്ളിൽ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. അതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. ഇവിടെ കാണുന്ന ബ്രാക്കറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ രൂപത്തിലായിരിക്കും, അതായത് ആംഗുലർ ബ്രാക്കറ്റ് എന്നാണ് ഇതിന് പറയുക. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ HTML ടാഗ്സ് തുടങ്ങുമ്പോൾ ഇത് വ്യക്തമായി പഠിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് സ്ക്രിപ്റ്റ് ടാഗ് എന്താണെന്ന് മാത്രം പറഞ്ഞു പോകാം. സ്ക്രിപ്റ്റ്/സ്ക്രിപ്റ്റ് എന്നുള്ള രണ്ട് ടാഗ്സിലൂടെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക. ആംഗുലർ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നതിനെ നമ്മൾ ടാഗ്സ് എന്ന് പറയുന്നു. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ അതിനെ ആംഗുലർ ബ്രാക്കറ്റ് എന്ന് പറയുന്നു. അതിനുള്ളിൽ എഴുതുന്ന വേർഡ്സാണ് ടാഗ്സ്. സ്ക്രിപ്റ്റ് ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എംബഡ് ആൻഡ് എക്സിക്യൂട്ടബിൾ സ്ക്രിപ്റ്റ് വിത്തിൻ ആൻ HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻറ്റിനുള്ളിൽ എക്സിക്യൂട്ടബിൾ കോഡ് എഴുതി ചേർക്കാനായി ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ്. ഒരു ടാഗ് പറയുമ്പോൾ അതിനുള്ളിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. സ്ക്രിപ്റ്റിനുള്ളിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ടൈപ്പ് ആൻഡ് SRC. അല്ലെങ്കിൽ ടൈപ്പ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡ്. നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റിനുള്ളിൽ ഏത് ലാംഗ്വേജാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. SRC ആട്രിബ്യൂട്ട്, SRCയുടെ ഫുൾ ഫോം സോഴ്സ് ആണ്. ചില കേസസിൽ സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാം എഴുതി നമ്മൾ ഒരു പ്രത്യേകം ഫയലിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ ഫയൽ ആവശ്യാനുസരണം നമ്മുടെ HTML പേജിലേക്ക് കോൾ ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് SRC എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ ആവശ്യകത. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചുള്ള കോഡാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ .js എന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള എക്സാമ്പിളിൽ സ്ക്രിപ്റ്റ് എന്ന ടാഗിനുള്ളിൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈസ് ജാവാസ്ക്രിപ്റ്റ്. SRC ഈക്വൽ ടു സ്ക്രിപ്റ്റ് കോഡ് .js. ഇതിനർത്ഥം നമ്മുടെ എക്സിക്യൂട്ടബിൾ കോഡ് നമ്മൾ സെപ്പറേറ്റായി റൈറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് കോഡ് .js എന്നുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ നമ്മുടെ HTML പേജിനുള്ളിലേക്ക് കോൾ ചെയ്യുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. നമ്മൾ രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നോക്കാം. പരീക്ഷയ്ക്ക് എക്സാമ്പിൾസ് ഓഫ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ചോദിക്കാറുണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ആണ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് VBScript. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദേ ആർ യൂസ്ഡ് ഫോർ വാലിഡേഷൻസ് and for performing simple calculations at client side before sending the data to the web server. Client side പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് വാലിഡേഷൻസ് ആണ്. വാലിഡേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡ്സ്. അതുപോലെ ചെറിയ സിമ്പിൾ കാൽക്കുലേഷൻസ് എല്ലാം ക്ലയൻറ്റ് സൈഡിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമ്മൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. എക്സാമ്പിൾസ് നോക്കാം. Perl, PHP, ASP, JSP. സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജസ്. സെർവർ സൈഡിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ഡൈനാമിക് പേജസ് ഡെവലപ്പ് ചെയ്യാനുമൊക്കെ നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു. അതിന് എക്സാമ്പിൾസ് Perl, PHP, ASP, JSP. Perl നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനില്ല. PHP, ASP, JSP എന്താണെന്നുള്ളത് നമ്മൾ തുടർന്ന് വരുന്ന സ്ലൈഡ്സിലൂടെ മനസ്സിലാക്കുന്നതാണ്.
PHP stands for Hypertext Preprocessor. ASP യുടെ full form Active Server Pages and JSP stands for Java Server Pages. Comparison of scripting languages. Client-side scripting languagesഉം server-side scripting languagesഉം തമ്മിൽ ഒരു കമ്പാരിസൺസ്. ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യുന്നു. സെർവർ-സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് വെബ് സെർവറിൽ തന്നെ നിൽക്കുന്നു. ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് ബ്രൗസറാണ്. സെർവർ-സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് വെബ് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി കിട്ടുന്ന വെബ് പേജ് ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ അടുത്ത പോയിന്റ് നോക്കാം. ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡേറ്റ അറ്റ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് മെയിൻലി ഉപയോഗിക്കുന്നത് ക്ലയൻറ്റ് സൈഡിലെ ഡേറ്റ വാലിഡേഷന് വേണ്ടിയാണ്. എന്നാൽ സെർവർ-സൈഡ് സ്ക്രിപ്റ്റ്സ് സാധാരണയായി യൂസ് ചെയ്യുന്നത് ഡേറ്റാബേസുമായി കണക്ട് ചെയ്യാനും വെബ് സെർവറിൽ നിന്ന് ഡേറ്റ റിട്ടേൺ ചെയ്യാനും വേണ്ടിയാണ്. ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് ചെയ്യാൻ യൂസറിനെ കൊണ്ട് സാധിക്കുന്നു. സെർവർ-സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ ബ്ലോക്ക് ചെയ്യാൻ യൂസറിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, ദ ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദി വെബ് ബ്രൗസർ അഫക്ട്സ് ദി വർക്കിംഗ് ഓഫ് എ ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന വെബ് സെർവറിൻ്റെ ടൈപ്പും വേർഷനും ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. വെബ് ബ്രൗസറിൻ്റെ ഫീച്ചർ എന്ത് തന്നെയായാലും സെർവർ-സൈഡ് സ്ക്രിപ്റ്റിനെ ബാധിക്കുന്നില്ല. ഇനി നമുക്ക് ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും പഠിക്കാം. ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് നേരത്തെ പറഞ്ഞു. ഇറ്റ് മേക്സ് വെബ് പേജസ് ഇൻ്ററാക്റ്റീവ്. വെബ് പേജസ് ഇൻ്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് HTML കോഡിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. അല്ല എങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഒരു എക്സ്റ്റേണൽ ഫയൽ ആയി എഴുതി സേവ് ചെയ്ത് .js എന്ന എക്സ്റ്റൻഷൻ കൊടുത്ത് ആ ഫയൽ HTML ഫയലിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് മെയിൻലി ഉപയോഗിക്കുന്നത് ഫോം വാലിഡേഷനാണ്. അതായത് നമ്മൾ ഫോമിനുള്ളിൽ ഡേറ്റ എൻട്രി നടത്തുമ്പോൾ അവിടെ ഇൻപുട്ടായി കൊടുക്കുന്ന വാല്യൂസ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായി കോഡ് എഴുതാറുണ്ട്. ആ കോഡ് എഴുതാൻ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെറിയ സിമ്പിൾ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും ആനിമേഷൻസ് വെബ് പേജിനുള്ളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ലാംഗ്വേജിലൂടെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ഡെവലപ്പായ ഒരു ടെക്നോളജിയാണ് അജാക്സ്. അജാക്സിൻ്റെ ഫുൾ ഫോം അസിൻക്രോണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അജാക്സ് വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്നത് വഴി ബ്രൗസറിൻ്റെ ഇൻ്ററാക്ടിവിറ്റി കൂടുന്നു. അതുപോലെ തന്നെ അജാക്സ് എന്ന ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഡൈനാമിക് വെബ് പേജ് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാനായി ഒരു വെബ്സൈറ്റിലെ എൻ്റയർ വെബ് പേജും റീലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. It allows web pages to be updated by exchanging small amounts of data between the client and server. വളരെ കുറച്ച് ഡേറ്റാസ് ക്ലയൻറ്റും സെർവറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴി നമുക്ക് വെബ് പേജസ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നു. അതായത് അജാക്സ് എന്ന ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഡൈനാമിക് വെബ് പേജ് കണ്ടൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈനാമിക് വെബ് പേജ് കണ്ടൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യാനായി പേജസ് കംപ്ലീറ്റ്ലി റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റ ക്ലയൻറ്റിനും സെർവറിനും ഇടയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ വെബ് പേജസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റ് ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റ് ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. VB സ്ക്രിപ്റ്റ് എന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ്. വിഷ്വൽ ബേസിക് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് VB സ്ക്രിപ്റ്റ്. ഒരു കാലത്ത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിന് വേണ്ടി വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു വിഷ്വൽ ബേസിക്. അത് ബേസ് ചെയ്തിട്ടാണ് VB സ്ക്രിപ്റ്റ് എന്നുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജായും ഉപയോഗിക്കാം, സെർവർ-സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജായും ഉപയോഗിക്കാം. ക്ലയൻറ്റ്-സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജായി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ വെബ് ബ്രൗസർ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരിക്കണം. എന്നാൽ മാത്രമേ VB സ്ക്രിപ്റ്റ്
വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുകയാണെങ്കിൽ IIS സെർവർ ആവശ്യമാണ്. അതായത് മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് VB സ്ക്രിപ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു ഡ്രോബാക്കാണ്. നെക്സ്റ്റ് PHP യുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സറാണ്. ഒന്ന് ശ്രദ്ധിക്കുക, PHP അതേ ഓർഡറിലല്ല അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. PHP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഇറ്റ് ഈസ് ഓൾസോ എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. PHPയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ എ ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇത് HTML-നുള്ളിൽ എംബഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതായത് PHP സ്ക്രിപ്റ്റ്സ് എല്ലാം തന്നെ HTML-നുള്ളിൽ എംബഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. PHP കോഡ് ഇസ് സിമിലർ ടു ജാവ, C ആൻഡ് പേൾ. ജാവ, C, പേൾ ഇതുപോലുള്ള ലാംഗ്വേജസിൻ്റെ കോഡ്സുമായി സിമിലാരിറ്റി ഉള്ള ഒരു ലാംഗ്വേജാണ് PHP മെയിൻലി ഉപയോഗിക്കുന്നത് തന്നെ ഡൈനാമിക് വെബ് പേജസ് വളരെ എളുപ്പം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് സപ്പോർട്ട്സ് ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ്. ഡേറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് PHP കൂടുതലായി വർക്ക് ചെയ്യുന്നത് MySQL എന്നുള്ള ഡേറ്റാബേസിനോടൊപ്പമാണ്. PHP ഇൻ്റർപ്രറ്റർ ഈസ് അവൈലബിൾ ഫോർ ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് പ്ലാറ്റ്ഫോമിലായാലും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായാലും PHP ഇൻ്റർപ്രറ്റർ അവൈലബിൾ ആണ്. ലിനക്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലാംപ് സെർവർ സോഫ്റ്റ്വെയർ ആണ്. ലാംപ് മീൻസ് ലിനക്സ്, അപ്പാഷെ, MySQL ആൻഡ് PHP. ലിനക്സ് ഈസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അപ്പാഷെ ഈസ് ദ വെബ് സെർവർ, MySQL ഈസ് ദി ഡേറ്റാബേസ് ആൻഡ് PHP ഈസ് ദ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലാംപ്. ഇപ്പോൾ ലാംപ് സെർവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ലിനക്സ് പ്ലാറ്റ്ഫോമിൽ ഫ്രീലി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വാമ്പ് ഉപയോഗിക്കുന്നു. ഇവിടെയും ലിനക്സിന് പകരം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വിൻഡോസ്, അപ്പാഷെ ആസ് വെബ് സെർവർ, MySQL ആസ് ദി ഡേറ്റാബേസ് ആൻഡ് PHP ആസ് ദി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷന് വാമ്പ് എന്ന് പറയുന്നു. അത് നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആക്റ്റീവ് സെർവർ പേജസ് നോക്കാം. ആക്റ്റീവ് സെർവർ പേജസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇവിടെയും ആക്റ്റീവ് സെർവർ പേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻ്ററാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ASP.ക്കുള്ളിൽ നമുക്ക് HTML ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡ് ഉണ്ടാവും. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡായി നമുക്ക് VB സ്ക്രിപ്റ്റോ ജാവ സ്ക്രിപ്റ്റോ ചൂസ് ചെയ്യാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് ആണ് ASP ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ വെബ് സെർവർ സോഫ്റ്റ്വെയറായ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ASP ഫയൽസ് കമ്പൈൽ ചെയ്യുക. ASP ഫയൽസ് ആർ എക്സിക്യൂട്ടഡ് ഓൺലി ഓൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ ASP ഫയൽസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ASP ഫയൽസ് കമ്പൈൽ ചെയ്യാൻ മൈക്രോസോഫ്റ്റിൻ്റെ വെബ് സെർവർ സോഫ്റ്റ്വെയറായ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ആവശ്യമാണ്. അതുപോലെ തന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ ASP ഫയൽസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ജാവ സെർവർ പേജസ് നോക്കാം. ജാവ സെർവർ പേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഡൈനാമിക് വെബ് പേജ് കണ്ടൻറ്റ് വളരെ സിമ്പിളായും ഫാസ്റ്റായും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് JSP ഡെവലപ്പ് ചെയ്തത് സൺ മൈക്രോ സിസ്റ്റംസ് ആണ്. ഇത് PHPക്ക് സിമിലർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് JSP. വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് ജാവ ആസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. JSP ഉപയോഗിക്കുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായി എടുക്കുന്നത് ജാവയാണ്. JSP റൺ ചെയ്യണമെങ്കിൽ അപ്പാഷെ ടോംകാറ്റ് എന്നുള്ള വെബ് സെർവർ ആവശ്യമാണ്. ഇതാണ് JSPയുടെ പോയിൻറ്റ്സ്. ഇത്രയുമാണ് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെ, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതൊക്കെ, അല്ല എങ്കിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. ഈ രീതിയിൽ ഏത് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായി തന്നെ പഠിക്കുക. നെക്സ്റ്റ് ഈസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ഫോമാറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഷീറ്റാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. HTML ഡോക്യുമെൻറ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ ഷീറ്റാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇൻ ഷോർട്ട് ഫോം
CSS. നമുക്ക് CSS 3 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇൻലൈൻ, അല്ലെങ്കിൽ എംബഡഡ് ഓർ ലിങ്ക്ഡ്. ഇൻലൈൻ, എംബഡഡ് ഓർ ലിങ്ക്ഡ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇൻലൈൻ സ്റ്റൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വെബ് പേജിൻ്റെ ബോഡി പാർട്ടിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട് വഴി നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. എംബഡഡ് CSS കോഡ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെബ് പേജിൻ്റെ ഹെഡ് പാർട്ടിനുള്ളിൽ CSS കോഡ്സ് സ്പെസിഫൈ ചെയ്യാം. നമ്മൾ ലിങ്ക്ഡ് CSS ഇംപ്ലിമെൻറ്റേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ CSS കോഡ് ഒരു സെപ്പറേറ്റ് ഫയലായി എഴുതി .css എന്ന എക്സ്റ്റൻഷൻ കൊടുത്ത് സേവ് ചെയ്യുക. അതിനുശേഷം ആ ഫയല് HTML ഫയലുമായി ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാം. CSS ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, റീയൂസ് ദ സെയിം കോഡ് ഫോർ ഓൾ ദി പേജസ്. നമുക്ക് എല്ലാ പേജസിനു വേണ്ടിയും ഈ സെയിം കോഡ് തന്നെ ആവർത്തിച്ച് ഉപയോഗിക്കാം. അതാണ് റീയൂസ് ദ സെയിം കോഡ് ഫോർ ഓൾ ദി പേജസ്. ഒരു സെപ്പറേറ്റ് എക്സ്റ്റേണൽ ഫയലിൽ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ അത് ആ ഒരു വെബ്സൈറ്റിലെ എല്ലാ വെബ് പേജസിലും അപ്ലൈ ആകുന്നു. അതുപോലെ തന്നെ ഈ സെയിം കോഡ് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈസി ഫോർ മെയിൻ്റനൻസ്, അതായത് CSS സ്റ്റൈൽസ് HTMLൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഒരു കോമൺ പ്ലേസിൽ എഴുതുന്നത് കൊണ്ട് തന്നെ ആ കോഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. നെക്സ്റ്റ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. CSS കോഡ് വെബ് പേജിനുള്ളിൽ എഴുതുമ്പോൾ അതൊരു വെൽ ഓർഗനൈസ്ഡ് വേയിലായിരിക്കും എഴുതുക. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി വെബ് പേജ്, ദെയർ ബൈ പ്രൊവൈഡിങ് ഫാസ്റ്റർ ഡൗൺലോഡ്സ് ഫോർ വെബ് പേജസ്. CSS നമ്മൾ സെപ്പറേറ്റ്ലിയാണ് എഴുതുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വെബ് പേജിൻ്റെ സൈസ് റെഡ്യൂസ് ആവുകയും ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് CSS അലോസ് അഡാപ്റ്റിംഗ് ദ പ്രസൻറ്റേഷൻ ഓഫ് എ വെബ് പേജ് ടു ഡിവൈസസ് വിത്ത് ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസ് സച്ച് എസ് ഡെസ്ക്ടോപ്പ് മോണിറ്റേഴ്സ്, ടാബ്ലറ്റ്സ് ഓർ മൊബൈൽസ്. പലതരത്തിലുള്ള സ്ക്രീൻ സൈസസ് ഉള്ള ഡിവൈസസിലും CSS ഡിസ്പ്ലേക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് മോണിറ്റേഴ്സിലായാലും ടാബ്ലറ്റ്സിലായാലും മൊബൈൽ ഫോൺസിലായാലും അവിടെ വെബ് പേജ് നമുക്ക് വിസിബിൾ ആകുന്നത് ഒരേ രീതിയിലാണ്. HTML5 എന്നുള്ള HTMLൻ്റെ ഒരു വേർഷനിൽ CSSഉം ജാവാസ്ക്രിപ്റ്റും കൂടെ കമ്പൈൻഡായി യൂസ് ചെയ്യുന്നു. അതിലൂടെ വെബ് പേജസിനുള്ളിൽ ആനിമേഷൻസും ഇൻ്ററാക്ഷൻസും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.